ഇനി പശ്ചിമേഷ്യയിലേക്ക് പോവുകയാണ്. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധക്കളമാവുകയാണ്. ഇറാനുമായി ഇനി കരാറിനില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാൻ അമേരിക്ക ധാരണാപത്രം അവസാനിച്ചതായി താൻ കരുതുകയാണ്. ഇറാന് വേണ്ടി കുറെ സമയം നഷ്ടമായെന്നും ഇനി അമേരിക്ക ചെയ്യാനുള്ളത് ചെയ്യുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാനിലെ വിവിധയിടങ്ങൾ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. MCA നാസർ വിവരങ്ങൾ നൽകും. MCA, വീണ്ടും ആശങ്കാജനകമാം വിധം പശ്ചിമേഷ്യ ഒരു യുദ്ധക്കളമാകുന്ന സാഹചര്യമാണോ ഉള്ളത്? ട്രംപ് ഇത്രയധികം നിലപാട് കടുപ്പിക്കാൻ എന്താണ് കാരണമായത്? ദിവ്യ, തീർച്ചയായിട്ടും ജൂൺ 17-നാണ് അമേരിക്കയും ഇറാനും തമ്മിൽ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഒരു ധാരണാപത്രം രൂപപ്പെടുത്തിയത്. 14 വ്യവസ്ഥകളായിരുന്നു ഈ ധാരണാപത്രത്തിന്റെ ഭാഗമായിട്ട് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മധ്യസ്ഥ രാജ്യങ്ങൾ ഇടപെട്ട് നടത്തിയ ഈ കരാറിലൂടെ രൂപപ്പെട്ടത്. അതുമാത്രമല്ല 2 മാസത്തിനുള്ളിൽ അന്തിമ കരാറിലേക്ക് എത്താൻ ചർച്ചകൾ തുടരാനും തീരുമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ആദ്യവട്ട സാങ്കേതിക തല ചർച്ചയും നടന്നു. അതിനിടയിലാണ് ഇപ്പോൾ നിർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങൾ അരങ്ങേറിയിരിക്കുന്നത്. ഇന്നലെ ഹോർമസ് കപ്പൽപാതയിൽ 3 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്നു. ഈ ആക്രമണങ്ങളൊക്കെ നടത്തിയത് ഇറാനാണെന്ന കുറ്റപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി 3 ഇടങ്ങളിൽ, പ്രധാനമായിട്ടും ഈ ഹോർമസുമായി ചേർന്നിരിക്കുന്ന ബന്ദർ അബ്ബാസ് ഉൾപ്പെടെയുള്ള 3 തുറമുഖ നഗരങ്ങൾക്ക് നേരെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായി. അതിൽ സിറിയയിൽ മാത്രം നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന ഒരവസ്ഥ രൂപപ്പെട്ടു. ഇതിനുള്ള തിരിച്ചടി എന്ന നിലയ്ക്ക് ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സേനാ കേന്ദ്രങ്ങളിലെ 85ഓളം കേന്ദ്രങ്ങൾക്ക് നേരെയാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്ന് ഇറാൻ സേനയും വ്യക്തമാക്കി. അതോടുകൂടി തുറന്ന ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഇതിന് അല്പം മുമ്പാണ് ഇപ്പോൾ ട്രംപ് അങ്കാറയിൽ നടക്കുന്ന നാറ്റോ ഉച്ചകോടിയുടെ വാർത്താ സമ്മേളനത്തിൽ കരാർ പൂർണ്ണമായിട്ടും റദ്ദാക്കപ്പെട്ടതായി താൻ കരുതുന്നു എന്നുകൂടി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി ഈ മാനസിക വൈകല്യം, ആ പദങ്ങളൊക്കെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തിയിരിക്കുന്നു. അത്തരം ഒരു നേതൃത്വവുമായി ഇനി ഒരു ചർച്ചയ്ക്കും താനില്ല. ഇത്രയും സമയം താൻ അമേരിക്ക ഇതിനു വേണ്ടി നഷ്ടപ്പെടുത്തുകയായിരുന്നു. ഇനി നഷ്ടപ്പെടുത്താൻ തങ്ങൾക്കില്ല. ദൗത്യം തങ്ങൾ മറ്റു നിലയ്ക്ക് പൂർത്തീകരിക്കും എന്നതുൾപ്പെടെയുള്ള വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. മറ്റു നിലയ്ക്ക് പൂർത്തീകരിക്കും എന്ന് പറയുമ്പോൾ എന്താണ് ട്രംപ് ലക്ഷ്യമിടുന്നത്? അക്കാര്യത്തിൽ ദിവ്യ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. എന്തായാലും കരാറും ചർച്ചകളും പൂർണ്ണമായിട്ട് അവസാനിച്ചതായിട്ട് താൻ കരുതുന്നു. ഇനി കരാർ സംബന്ധിച്ച ഒരു കാര്യങ്ങളുമില്ല. ജൂൺ 17-നാണ് ഈ ധാരണാപത്രം ഒപ്പുവെച്ചത്. അത് തീർത്തും ഇല്ലാതായിരിക്കുന്നു എന്ന ഒരു അസന്നിഗ്ധമായിട്ടുള്ള പ്രഖ്യാപനമാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. മധ്യസ്ഥ രാജ്യങ്ങളാവട്ടെ, പ്രത്യേകിച്ച് ഇന്നലെ ആക്രമിക്കപ്പെട്ട കപ്പലിൽ ഒന്ന് ഖത്തറിൻ്റെതാണ്, ഒന്ന് സൗദി അറേബ്യയുടേതാണ്. ഈ കപ്പൽ ആക്രമണത്തോടുകൂടി ഗൾഫ് രാജ്യങ്ങളും നിലപാട് കടുപ്പിക്കുകയാണ്. കാരണം ഒരു തുറന്ന ചർച്ചകളിലൂടെ, മധ്യസ്ഥ നീക്കങ്ങളിലൂടെ തങ്ങളൊക്കെയും പ്രതികരിച്ചത് അല്ലെങ്കിൽ ഇടപെട്ടത് ഒരു സമാധാനത്തിനായിരുന്നു. അത് തകിടം മറിഞ്ഞ സാഹചര്യത്തിൽ ഈ രാജ്യങ്ങളും തങ്ങളുടെ പ്രതിഷേധം വളരെ ശക്തമായിട്ട് അവതരിപ്പിക്കുകയാണ്. ഏതായാലും ചർച്ചകൾ അവസാനിച്ചു എന്ന് ട്രംപ് വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും അടുത്ത ഇറാന്റെയും